ഹലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ണികൾ വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചെറിയൊരു പലഹാരം കാണിച്ചിട്ടാണ്. പലഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ പലഹാരമല്ല, ചെറിയൊരു പലഹാരം. ഈ ഒരു മുട്ടയും ഈ 2 സബോള, ചെറിയ സബോള ഉണ്ടാകുന്ന 2 നടത്താൻ വലിയതാണെങ്കിൽ എടുത്താൽ കിട്ടാം എന്നൊക്കെ ഞാൻ പറയും. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്ത് കൊടുത്താൽ. അപ്പോൾ നമ്മുടെ ഈ സബോള നന്നാക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദയാണ്. മൈദയാണ് നല്ലത്. മൈദ ഗോതമ്പൊടി ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ, വന്ന് എത്തിച്ച് നോക്കാറോട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കണ്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. സബോള നമ്മൾ തോല് കളഞ്ഞിട്ട് നമുക്ക് തോല് കളയാം. അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മളൊരു മുട്ട കുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂട്ടിയിട്ട് ശരിക്കും നടഞ്ഞു കൊടുക്കട്ടോ. എന്നിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം വെച്ചിട്ട് നമുക്ക് ഇളക്കി സെറ്റ് ചെയ്തെടുക്കാം. നമ്മളതങ്ങനെ വെള്ളം വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിങ്ങനെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കാൻ പാകത്തിന് ഓരോ ഇതായിട്ട് എടുക്കുക. ഓയിലിടാൻ വറുത്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഓയിലാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സംഭവം ഇത് നമ്മൾ കുറേശ്ശെ ടീസ്പൂണിൽ വാരിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് വല്ല പക്കോട അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പേരിട്ട് വിളിക്കാം. പ്രത്യേകിച്ച് പേര് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വല്ല ഉള്ളി പക്കോടയാണോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. സബോള പക്കോട, നിങ്ങളുടെ ഇഷ്ടമുള്ള പേര് നിങ്ങളിട്ട് വിളിച്ചോളൂ കേട്ടോ. അതിനുശേഷം നമ്മളത് ആ വെളിച്ചെണ്ണയിലിട്ടതിന് ഒന്ന് അപ്പുറം ഒന്ന് ജസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എപ്പോഴും തീ കുറച്ച് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം സബോള പെട്ടെന്ന് അടിപിടിക്കും. പിന്നെ മുട്ടയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. എന്തായാലും മുട്ടയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇഷ്ടപ്പെടും. പിന്നെ അതിൽ എരിവോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഉണ്ണികൾക്ക് കൊടുക്കണോണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളകോ ഇഞ്ചിയോ വേപ്പില അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുട്ടാ. അപ്പോൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയത് കാരണമാണ് ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത്. എന്തായാലും ഉണ്ടാക്കാനുള്ള അപ്പോൾ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ കുറച്ച് പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് എടുത്തെടുത്ത് ശരിയായിക്കോളൂല്ലോ, സ്വാഭാവികം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ചൂടനായിട്ടുള്ള ഒരു ഉള്ളി പക്കോട അല്ലെങ്കിൽ സവാള പക്കോട നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊന്നും ഒരു കട്ടൻ ചായയിൽ തന്നെ പിള്ളേരുകൾ ഹാപ്പി ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കപ്പ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ പുഴുങ്ങിയതും അതേപോലെ തന്നെ കട്ടൻ ചായയും കൂടി കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്തുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.